കർണാടകയുടെ രാഷ്ട്രീയ മാറ്റം രാജ്യത്ത് തന്നെ ചർച്ചയാവുകയാണ്. ബി.ജെ.പി ക്യാമ്പുകളിൽ ആശങ്ക പരത്തിക്കൊണ്ട് പുറത്തുവന്ന ലോക്പോൾ സർവേയാണ് നരേന്ദ്രമോദിയുടെ ഉറക്കം ഇപ്പോൾ കെടുത്തുന്നത്. മോദിക്കും ബി.ജെ.പിക്കും കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ പോലും കർണാടകയുടെ ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ലെന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കർണാടകയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് സർവേ പ്രവചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 മുതൽ 17 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്നാണ് ലോക്പോൾ സർവേ പ്രവചിക്കുന്നത്. ആകെ 28 സീറ്റാണ് കർണാടകയിലുള്ളത്. അതിലിപ്പോൾ 26ഉം ബി.ജെ.പിയുടെ കയ്യിലാണ്. അവിടെയാണ് ബി.ജെ.പിക്ക് 15 സീറ്റിലധികം നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. സർവേകൾ ഒട്ടനവധി വന്നിട്ടുണ്ടെങ്കിലും ഈ സർവേയുടെ പ്രത്യേകത കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വളരെ കൃത്യമായി പ്രവചിച്ച ഏജൻസിയാണ് ലോക്പോൾ. ഒരു തെറ്റും കർണാടകയെക്കുറിച്ച് ഈ ഏജൻസിക്ക് വരാറില്ല. ഇപ്പോഴത്തെ കോൺഗ്രസ് മുന്നേറ്റത്തിന്റെ കാരണവും ആ സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഗ്യാരണ്ടികൾ താഴെത്തട്ടിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് 15 ലക്ഷവും 2 കോടി തൊഴിലുമൊക്കെ വെറുതെ കപട വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പോയതല്ല കോൺഗ്രസ്. മറിച്ച് പറഞ്ഞ 5 വാഗ്ദാനങ്ങളും കൃത്യമായി പാലിച്ചിരിക്കുന്നു. അതും 6 മാസത്തിനുള്ളിൽ തന്നെ. ഇന്ന് കർണാടകയിലെ സ്ത്രീകളും യുവാക്കളും കർഷകരും സാധാരണക്കാരും എന്നുവേണ്ട എല്ലാ കുടുംബങ്ങളും വലിയ സന്തോഷത്തിലാണ്. ഇതിനപ്പുറം എന്താണ് വേണ്ടതെന്ന് കർണാടകയിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേസമയം ബി.ജെ.പിക്ക് 11 മുതൽ 13 സീറ്റ് വരെ മാത്രമേ കിട്ടൂ എന്നും സർവേ പറയുന്നു. ഒരുപക്ഷെ അതിലും താഴോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ബി.ജെ.പി ഇന്ന് പിടിച്ചു നിൽക്കുന്നത് വർഗീയതയിൽ മാത്രമാണ്. ആ നീക്കം എല്ലായിടത്തും പാളിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ വർഗീയത കാണിക്കുന്ന ശിവമോഗ പോലെയുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിമതനായുള്ളത് മുൻ മുഖ്യമന്ത്രി ഈശ്വരപ്പയാണ്. അതുപോലെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മത്സരിക്കുന്ന മണ്ഡലത്തിലെല്ലാം ലിംഗായത്ത് സ്വാമിമാർ പരസ്യമായി ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ബി.ജെ.പിയുടെ വോട്ട് ബാങ്കായ ലിംഗായത്ത് സമുദായം കോപിച്ചാൽ ബി.ജെ.പി കർണാടകത്തിൽ തീർന്നു എന്നർത്ഥം. കൂടാതെ JDS കൂട്ടിയ നടപടിയും ബി.ജെ.പിക്ക് തിരിച്ചടിയാകാൻ പോവുകയാണ്. ഒരുപക്ഷെ 2019 ബി.ജെ.പിക്ക് കിട്ടിയ വിജയം ഇത്തവണ കോൺഗ്രസിന് ലഭിച്ചാലും കർണാടകത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നുവരെ വാർത്തകളുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യയിലാകെയുള്ള 131 സീറ്റുകളിൽ ബി.ജെ.പി ആകെ പ്രതീക്ഷ വെക്കുന്ന കുറച്ചു സീറ്റുകൾ കർണാടകയിലേതാണ്. അതുപോയാൽ നരേന്ദ്രമോദി താഴെ ഇറങ്ങേണ്ടി വരും. ഈ അപ്രിയ സത്യം ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പിയും.